ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജലജയുടെ വായടപ്പിച്ചുകൊണ്ട് പല സത്യങ്ങളും പറയാതെ പറയുക നമ്മുടെ മുത്തശ്ശൻ. ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, ഞാനിനി എന്തെങ്കിലും പറഞ്ഞാലേ കൂടിപ്പോകും എന്നും പറഞ്ഞ് ജലജ പറയുമ്പോൾ കൂടിപ്പോയാലേ നീ പുറത്തു പോകും, അത്രേ ഉള്ളൂ എന്ന് മുത്തശ്ശൻ ജലജയോടും പറഞ്ഞു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞതൊന്നും പറയുന്നില്ലെന്നൊന്നും പറഞ്ഞ് ജലജ അകത്തേക്ക് കയറിപ്പോയിട്ടോ. ജലജ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ആ നവ്യമോളുടെ കണ്ണും മൂടി കെട്ടാൻ വേണ്ടിയിട്ടാണ് അവനെ ആ ബ്രാഞ്ച് ഏൽപ്പിച്ചത്. അല്ലെങ്കിൽ അവനെ ചാട്ടുവാറ കൊണ്ട് അടിച്ചിട്ട് കഴുത്തിന് പിടിച്ച് പുറത്ത് കളയുകയാണ് വേണ്ടത്, റാസ്കൽ എന്നും പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവനൊരു ബ്രാഞ്ചിൻ്റെ ഭരണം ഏൽപ്പിച്ചില്ല പോലും. അങ്ങനെ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ ഇരിക്കുക അവിടെ. ഈ ഒരു സമയത്ത് കോഴ്സുകളെല്ലാം പൂർത്തിയാക്കി നമ്മുടെ നന്ദുവൊക്കെ അവിടുന്ന് പറയുക. അപ്പം നന്ദുവൊക്കെ അവിടുന്ന് പോരുന്നതിൻ്റെ ആ സെൻഡ് ഓഫും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് സംസാരിക്കുകയും കാര്യമൊക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഇങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തുഷാരയും നന്ദുവൊക്കെ യാത്ര പറയുന്നു. പിന്നെ നന്ദുവിനെ കൂട്ടിക്കൊണ്ട് പോരാനായിട്ട് ആദർശം നാനി എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പോലീസുകാരിയായി നമ്മുടെ നന്ദു അങ്ങ് ഇറങ്ങുക കേട്ടോ. അപ്പം നന്ദു ദേ പെട്ടിയും ബാക്ക് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചേച്ചിയും ചേട്ടനും അവിടെ വന്ന് കാത്തിരിപ്പുണ്ട്. അപ്പം ഇതിന് മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ എന്ന് ആദർശ് നന്ദുവിനെ കണ്ടപ്പോൾ ചോദിച്ചു. വിജയകരമായി ട്രെയിനിങ് പൂർത്തിയാക്കിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെന്ന് പറയാം. ഫ്രണ്ട്സിനോടൊക്കെ നീ യാത്ര പറഞ്ഞോ എന്ന് ചോദിച്ചപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ചേച്ചിയും. എനിക്കിവിടെ നല്ലൊരു ഫ്രണ്ടുണ്ട്, അറിയാലോ തുഷാരയെ. അത് കൊള്ളാലോ നന്ദു. സാധാരണ നിനക്ക് എവിടെ പോയാലും ആണുങ്ങളല്ലേ ഫ്രണ്ട്സായിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയാ, പക്ഷെ ഞങ്ങൾ ഒന്നിച്ചൊരു മുറിയിലല്ലേ കഴിഞ്ഞത്. പിന്നെ അവൾ എന്ത് കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്, ഒരിക്കലും നമ്മൾ ഒറ്റ കൊടുക്കുന്ന ഒരാളൊന്നും അല്ല. പഴയ ട്രെയിനർക്ക് അടി കൊടുക്കാൻ പോയപ്പോഴും അവളാണ് എനിക്കൊപ്പം നിന്നതെന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഈ തുഷാരയുടെ നമ്പർ അനിയുടെ കയ്യിലുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു അത് അവൾ പറ്റിച്ചൊരു പണിയാണ് എൻ്റെ ഏട്ടാ. മിക്കപ്പോഴും അവനിങ്ങോട്ട് വിളിക്കുമല്ലോ, അപ്പം ഞാൻ എടുക്കാറില്ല. അപ്പം അങ്ങനെ കഷ്ടം തോന്നിയിട്ട് അവൾ അനി അങ്ങോട്ട് വിളിച്ചതും അവളുടെ നമ്പർ കൊടുത്തതും ഒക്കെ എന്ന കാര്യമൊക്കെ നന്ദു ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു ഇടനിലക്കാരിയെ കിട്ടി എന്നോട് കാര്യങ്ങളൊക്കെ പറയാനായിട്ടെന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും അനി പിന്തിരിയുന്ന ലക്ഷണം ഇല്ലല്ലോ ആദർശേട്ടാന്ന് നയന പറയുക. ഒരുപാട് തവണ വിളിച്ചിട്ട് എടുക്കാതെ വന്നതുകൊണ്ട് അവനൊന്നും നോക്കാതെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന കാര്യമൊക്കെ നന്ദു പറയണു. അവൻ്റെ ആ സ്വഭാവം എന്നെ ഭയപ്പെടുത്തുന്നുണ്ട് ആദർശേട്ടാ ശരിക്കും പറഞ്ഞാലെന്ന് നന്ദു പറഞ്ഞു ഇവരോടെ. പിന്നെ ഒരുപാട് അവനെ അവഗണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു എന്നൊക്കെ വരുമെന്ന കാര്യമൊക്കെ നന്ദു ഇങ്ങനെ ഇവരോട് ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു. അന്ന് അവൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് അവൻ മദ്യപിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയില്ലേന്ന് ചോദിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അന്ന് അവൻ മദ്യം കഴിച്ചതെന്ന് അന്നേരത്തേക്കും ആദർശ് പറയാം. അവനെ ഒരിക്കലും മനസ്സിലാക്കുന്ന ഒരു ഭാര്യയല്ല അനാമിക. പിന്നെ എങ്ങനെയാണ് പരസ്പരം സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്? അതെന്തെങ്കിലും ആവട്ടെ, പക്ഷേ അവരുടെ അകലം മനസ്സിലാക്കിയിട്ട് നീ അനിയുമായിട്ട് ഒരു കാരണവശാലും അടുക്കാൻ നോക്കരുതെന്ന് നയനി അന്നേരം നന്ദുവിനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നിനും പോകുന്നില്ലല്ലോ ചേച്ചി എന്ന് നന്ദു പറയുക. എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാം വാ എന്നും പറഞ്ഞ് അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ചേച്ചി ചന്തുമോളുടെ കാര്യം ഞാൻ മോളുടെ കാര്യം എന്തായെന്ന് ചോദിച്ചു. ചേച്ചി ഞാൻ ചന്തുമോളുടെ കാര്യമാണ് ചോദിച്ചതെന്ന് പറയുമ്പം അതത്ര പെട്ടെന്നൊന്നും പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പേരിൽ എന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് മോളുടെ അച്ഛനും അമ്മയാണെന്ന് ആദർശ് പറയുമ്പോൾ ശരിക്കും ആദർശേട്ടൻ നിരപരാധിയാണെങ്കിൽ അത് എല്ലാവരോടും തുറന്നു പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു നന്ദു. അപ്പോൾ നിനക്കെന്നെ വിശ്വാസമില്ലേന്ന് ആദർശ് ചോദിച്ചു. അപ്പോൾ 100% എനിക്ക് ആദർശേട്ടനെ വിശ്വാസമാണെന്ന് നന്ദു പറയുമ്പോൾ എനിക്ക് അത് മതി. നമ്മൾ സ്നേഹിക്കുന്നവരൊരു തെറ്റ് ചെയ്തു എന്ന് നമ്മൾ അറിയുമ്പോഴേ അയാൾക്കൊപ്പം നിന്ന് ആത്മവിശ്വാസം കൊടുക്കുകയും അയാൾ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ബന്ധുക്കളും സുഹൃത്തുക്കളും എന്നൊക്കെ പറയുന്നത്. അത്തരം സാഹചര്യങ്ങളാണ് നമുക്ക് മറ്റുള്ളവരെ പഠിക്കാനായിട്ടൊരു അവസരം തരുന്നതെന്നും എന്നെ മനസ്സിലാക്കിയവർ എന്നെ ഒരിക്കലും ഒരു പ്രതിയായിട്ട് കാണുന്നില്ല എന്നൊക്കെ ആദർശ് ഇവരോട് പറയുക. എന്നിട്ട് അവിടെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും എടോ എന്നൊരു കുറ്റവാളിയെ പോലെയാണ് നോക്കുന്നതെന്നൊക്കെ ആദർശ് ഇങ്ങനെ സങ്കടത്തോടെ പറയുവാണേ. സാരമില്ല, ആരൊക്കെ തള്ളി പറഞ്ഞാലും നയന എൻ്റെ കൂടെ ഉണ്ടല്ലോ, അത് തന്നെ എനിക്ക് വലിയ ആശ്വാസമാണ്, എനിക്കത് മതിയെന്നും ആദർശ് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ അവിടെ നിന്ന് പോരുക. ഈ സമയത്ത് നന്ദോട്ടം വരുന്നതും കാത്ത് അവിടെ ഇരിക്കുകയാണ് അച്ഛനും അമ്മയും കൂടി. നന്ദോട്ടൻ ഇപ്പം ഇങ്ങ് വരും ഗോവിന്ദേട്ടാന്നും പറഞ്ഞു. നന്ദുവിനെ കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം രണ്ടുപേർക്കും. ഓടിക്കയറി ചെന്ന് നന്ദു അമ്മയെ കെട്ടിപ്പിടിക്കുക. അപ്പോൾ പുറകെ ആദർശം നയനയും ചെന്നു. അപ്പോൾ അവരെ കണ്ടപ്പോൾ വലിയ വീഴ്ചയൊന്നുമില്ല. അപ്പോൾ എൻ്റെ പൊന്നുമോൾക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയൊന്നും പറയണ്ട, ഒരു വലിയ യുദ്ധം ജയിച്ചു തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്, അതുപോലെ ഒരു ട്രെയിനർ അവിടെ ഇട്ട് എന്നെ കഷ്ടപ്പെടുത്തിയതെന്ന് നന്ദു അവരോട് പറഞ്ഞു. അവസാനം ആദർശേട്ടനും മുത്തശ്ശനും അയാളെ ട്രാൻസ്ഫർ ചെയ്യിച്ചപ്പോഴാണ് ഞാനിന്ന് നേരെ ശ്വാസം പോലും വിട്ടതെന്ന കാര്യവും നന്ദു പറയുവാണേ. അപ്പോൾ അതൊക്കെ കേട്ടിട്ടും വലിയ ഇതൊന്നും പറഞ്ഞില്ല ഇവരോട്. അപ്പം നയനയ്ക്ക് ഇവരുടെ മുഖത്തുള്ള ഭാവമാറ്റമൊക്കെ മനസ്സിലായി. അപ്പോൾ എല്ലാവരും കയറിയിരിക്കുക എന്നും പറഞ്ഞ് അവരകത്തേക്ക് കയറിപ്പോയി.
ഈ സമയത്ത് നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് കനക അകത്തേക്ക് കയറിപ്പോയി. നയനയും ആദർശവും ഇങ്ങനെ വല്ലാത്ത വിഷമത്തിൽ നിൽക്കുക. നയനെ, ഞാൻ കയറി നിൽക്കണോ അതോ പുറത്ത് നിൽക്കണോ എന്ന് ചോദിക്കുമ്പം, എന്താ ആദർശേട്ടാ ഇത്? എൻ്റെ അച്ഛനെയും അമ്മയും പോലെ ആദർശേട്ടനും ആയാൽ എന്ത് ചെയ്യും? അവർ തെറ്റിദ്ധാരണ തലയ്ക്ക് പിടിച്ച് നിൽക്കുന്നവരല്ലേ. അതുപോലെ അല്ലല്ലോ നമ്മളുടെ കാര്യം. ആദർശേട്ടൻ വന്നേ വാ എന്ന് പറഞ്ഞ് നയനെ ആദർശിനെ നിർബന്ധിച്ച് വിളിച്ച് അകത്തേക്ക് കൊണ്ടു ചെല്ലും. എന്നിട്ട് ആദർശ് ഇരിക്കുക എന്ന് മുഖത്ത് പോലും നോക്കാതെ നമ്മുടെ അച്ഛൻ പറഞ്ഞു. ആ സമയത്ത് ഞാനേ എന്തെങ്കിലും കുടിക്കാനെടുക്കാം എന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ, അമ്മേ ഞങ്ങൾ കുടിച്ചിട്ടൊക്കെ തന്നെയാണ് വന്നത്, അമ്മ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറഞ്ഞു നയന. എനിക്ക് സംസാരിക്കാനൊന്നുമില്ല, നിങ്ങൾ സംസാരിക്കേ എന്നും പറഞ്ഞ് നമ്മുടെ കനക അകത്തേക്ക് കയറിപ്പോയി. കനക അകത്തേക്ക് കയറിപ്പോയപ്പം വെറുപ്പ് കൊണ്ടാണെന്ന് ഇവർക്ക് 3 പേർക്കും മനസ്സിലായി. ഗോവിന്ദേട്ടനും ആദർശിൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. അച്ഛാ, അമ്മ ഇങ്ങനെ മുഖം തിരിച്ചു പോകാൻ മാത്രമുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ആദർശ് പറയുമ്പം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മോളും പറയുന്നുണ്ടെന്ന് ഗോവിന്ദേട്ടൻ അന്നേരം പറഞ്ഞു. എന്നാൽ ചന്തുമോള് ആദർശിൻ്റെ കുഞ്ഞാണെന്നും പറയുന്നുണ്ട്. ഇതിലേതാ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? രണ്ടും കൂടി ഒന്നും പൊരുത്തപ്പെട്ട് പോകുന്ന കാര്യങ്ങളല്ലല്ലോ മോനെ എന്നും ആദർശിനോട് ഗോവിന്ദേട്ടൻ പറയുക കേട്ടോ. അപ്പം നന്ദു നയനെ ഇങ്ങനെ നോക്കുവാണ്. മോള് കല്യാണത്തെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്ന ഒരാളല്ലെന്നും ആ സാഹചര്യത്തിൽ ആദർശിൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനായിരുന്നെങ്കിൽ അച്ഛനും അമ്മയ്ക്കൊപ്പം അകത്തേക്ക് കയറി പോയാൽ മതിയായിരുന്നല്ലോ എന്ന് നയന ഗോവിന്ദനോട് പറയും. ആ സംഭവം അറിഞ്ഞതിന് ശേഷം ഇന്ന് ഈ നിമിഷം വരെ ഇവൾ ആദർശേട്ടനെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്ന് നയന ഇവരോട് പറയുക. പ്രതിയായിട്ട് ആദർശേട്ടനെ ഇവൾ കാണുന്നുമില്ല. പിന്നെ അച്ഛനും അമ്മയും ഒക്കെ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് നമ്മുടെ നയന പറയുക കേട്ടോ. അപ്പം നന്ദുവിനെ കൊണ്ടേ വിട്ടല്ലോ, നമുക്ക് ഇറങ്ങിയാലോ എന്ന് ആദർശ് പറയുമ്പോൾ, പോകാം ആദർശേട്ടാ, ഇനി ഇവിടെ ഇരിക്കണ്ട, ഞാൻ വരുന്നു എന്നും പറഞ്ഞ് നന്ദുവിനെ വിളിച്ചുകൊണ്ട് നയന അകത്തേക്ക് പോയി ഏതാണ്ട് പറയാനായിട്ട്. ഗോവിന്ദേട്ടൻ ആദർശൻ്റെ നേരെ പോലും നോക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പം എല്ലാ മനുഷ്യർക്കും ഒരു നിസ്സഹായ അവസ്ഥയുണ്ട്, ചില നിസ്സഹായ അവസ്ഥകളുണ്ട്. അതൊക്കെ എല്ലാവരും തരണം ചെയ്തു പോകും. പക്ഷേ എല്ലാവരോടും അവർക്കത് പറയണമെന്നുണ്ടാകും. പക്ഷേ ഒന്നും എല്ലാവരോടും പറയാൻ പറ്റിയെന്നും വരില്ല. ആ ഒരവസ്ഥയിൽ അച്ഛൻ ഞാനിപ്പോൾ ഉള്ളതെന്നും ആദർശ് ഇങ്ങനെ ഗോവിന്ദേട്ടനോട് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ് ആദർശ് ഇങ്ങനെ ഇരിക്കുമ്പം മുറിയിലേക്ക് കയറി ചെന്ന് നന്ദുവിനോട് നയന ഇങ്ങനെ സംസാരിക്കുകയാണ്. അച്ഛൻ്റെ അമ്മയുടെ തെറ്റിദ്ധാരണ മാറ്റണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ആദർശേട്ടനെ അവർ ഒരുപാട് വെറുക്കുകയാണെന്ന കാര്യം പറയുമ്പോൾ അവർക്ക് ഉണ്ടായ തെറ്റിദ്ധാരണ എന്നെപ്പോലെ തന്നെ എന്നേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ചേച്ചിക്ക് അറിയായിരിക്കും. പിന്നെ അതുകൊണ്ടാണ് ചേച്ചി ആദർശേട്ടനെ കൂടെ തന്നെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം എന്ന് നന്ദു ഇങ്ങനെ പറയുവാണ്. പിന്നെ അച്ഛനും അമ്മയും ആദർശേട്ടനെ കാണുമ്പോൾ ഇങ്ങനെ മുഖം വേർപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, അച്ഛനും അമ്മയും ആദർശേട്ടനിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഒന്നല്ലേ നടന്നിരിക്കുന്നത്. അതിൻ്റെ വിഷമമാണ് അവർക്കുള്ളത്. അപകടത്തിൽപ്പെടുന്ന ഒരു പെൺകുട്ടിയെ സഹായിക്കാൻ മുതിർന്നതല്ലാതെ ഒരു കാരണവശാലും പെൺകുട്ടികളോട് അപമര്യാദയായിട്ട് സംസാരിക്കാനോ പെരുമാറാനോ ഒന്നും ആദർശേട്ടന് കഴിയില്ല. ആദർശേട്ടൻ അത് ചെയ്യില്ല. അങ്ങനെ ഒരു ആൾക്ക് ഇങ്ങനൊരു തെറ്റ് പറ്റുമോ ചേച്ചി എന്നൊക്കെ നന്ദു ചോദിക്കുമ്പോൾ പറ്റില്ലെന്നൊക്കെ എനിക്ക് അറിയാവുന്ന നയന. ഈ സംഭവത്തെ പറ്റി ആദർശേട്ടൻ ഇപ്പം എന്താ പറയണേ എന്ന് നന്ദു ചോദിക്കുമ്പം, എനിക്ക് എൻ്റെ ഭർത്താവിന് വിശ്വാസം ആയതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യാനൊന്നും ഞാൻ പോയില്ല. പിന്നെ നിനക്കെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ തന്നെ അത് തെളിയിക്കാൻ നോക്കാനായിട്ട് നയന നന്ദുവിനോട് പറഞ്ഞു. ഇനിയിപ്പോൾ നീ ഒരു പോലീസ് ഓഫീസർ അല്ലേ, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നിനക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നും ചോദിച്ചു. എന്നേക്കാൾ പോലീസ് ബുദ്ധി കൂടുതലുള്ള കൂട്ടത്തിലുള്ള ആളാണ് ചേച്ചി. അതുകൊണ്ട് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചേച്ചി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നുള്ള കാര്യം എനിക്കറിയാം എന്ന് നന്ദു പറയുമ്പോൾ, അങ്ങനെയൊന്നും ഇല്ലാടി എന്ന് പറഞ്ഞു. ആദർശേട്ടൻ കള്ളം പറയാത്ത ആളായതുകൊണ്ട് ആദർശേട്ടൻ പറഞ്ഞതൊക്കെ എനിക്ക് 100% വിശ്വാസമാണെന്ന് നയന പറയണം. ആദർശേട്ടൻ എന്താ പറഞ്ഞേ എന്ന് നന്ദു ചോദിച്ചപ്പോൾ, ചന്ദമോളുടെ അച്ഛനായിട്ട് ഇപ്പം നിൽക്കുന്നുണ്ടെങ്കിലും ആ മോളുടെ മേൽ ആദർശേട്ടന് ഒരവകാശവും ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എല്ലാവരോടൊന്ന് തുറന്നു പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു നന്ദു. അതിന് പകരം ആദർശേട്ടനാണ് ചന്ദമോളുടെ അച്ഛനെന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് സമ്മതിക്കുകയല്ലേ ചേച്ചി ചെയ്യുന്നത്, അതെന്തിനാണെന്ന് ചോദിച്ചു. ചേച്ചി എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്, എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അതല്ലേ ഞാൻ പറഞ്ഞത്, ഇക്കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നീ തന്നെ കണ്ടുപിടിക്കാനായിട്ട്. ശരി, എന്നാൽ പിന്നെ ചന്ദമോളുടെ ചരിത്രം എന്താണെന്ന് ഞാൻ തന്നെ കണ്ടെത്തിക്കോളാമെന്ന് നമ്മുടെ നന്ദു പറയുക. പക്ഷേ അതിനു മുൻപ് എനിക്ക് മറ്റ് ചില കർമ്മങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെന്ന് നമ്മുടെ നന്ദു പറയുമ്പം, എന്താ അതെന്ന് ചോദിച്ചു നയന. പഴയ ട്രെയിനർ ഒരുത്തനുണ്ടായിരുന്നല്ലോ, എന്നെ ട്രെയിനിങ് ക്യാമ്പിലേക്കിട്ട് ശ്വാസം മുട്ടിച്ച ഒരുത്തൻ, അയാളെ ആ അനാമികയുടെ അച്ഛനുമായിട്ട് അടുപ്പത്തിലുള്ള ആളാണെന്ന് നന്ദു പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞിട്ടായിരിക്കോ ട്രെയിനർ നിന്നോട് മോശമായിട്ടൊക്കെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തത്? അത് മാത്രമല്ലല്ലോ അയാൾ ചെയ്തത് ചേച്ചി, എന്നെ കൊണ്ട് ചോര വരെ തുപ്പിച്ചില്ലേന്ന് നന്ദു ചോദിക്കും. അതിനയാൾക്ക് ഇരുട്ടടി വരെ ഞാൻ കൊടുത്തതല്ലേ ചേച്ചി എന്നും നന്ദു ചോദിച്ചിട്ട്, എങ്കിലും അതൊന്നും പോരാ ചേച്ചി, നേരത്തെ 1-2 തവണ ആ അനാമികയുടെ അച്ഛനും അമ്മയും ഞാൻ കാണേണ്ട രീതിയിൽ തന്നെ പോയി കണ്ടതാ. എന്നിട്ടും എന്നെ അവരെല്ലാവരും പിന്തുടർന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു.
അപ്പം പിന്നെ ഞാൻ സർവീസിൽ കയറുന്നതിന് മുൻപ് ഒരാചാര വെടിവെപ്പും കാര്യങ്ങളൊക്കെ വേണ്ടി വരുമെന്ന് പറയുമ്പോൾ മോളെ നീ അബദ്ധമൊന്നും കാണിച്ചേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അബദ്ധമല്ല ചേച്ചി ഞാൻ കാണിക്കാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്ന കാര്യം തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് നമ്മുടെ നന്ദു നയനയോട് പറഞ്ഞിട്ട് അതിൽ നിന്ന് എന്തായാലും ഞാൻ ഇനി പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്നും പറഞ്ഞു. അങ്ങനെ നന്ദു രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഈ സമയത്ത് പിന്നെ അവിടെ അനാമികയും ഫാമിലിയിൽ നിന്ന് സംസാരിക്കാം. അമ്മായിമ്മയും മരുമോളും തമ്മിൽ സ്നേഹത്തിലായതിൽ പിന്നെ അവിടെ നിൽക്കാനേ എനിക്ക് തോന്നണില്ല അമ്മേ എന്നും പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ ഈ ചന്തുമോളെന്ന് പറയുന്ന ഒരു അവതാരം കൂടി വന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ ചേർന്ന് അതിനെ കൊഞ്ചിക്കുന്നതും കൂടെ കാണുമ്പോൾ കലി വരുവാന്ന് പറഞ്ഞപ്പം അന്യപെണ്ണിൽ ആദർശിനൊരു കുഞ്ഞുണ്ടായപ്പോൾ ഇങ്ങനെ നയനെ കടിച്ചു തൂങ്ങി കിടക്കുമെന്ന് കരുതിയില്ല എന്ന് പറയുക രേവതി. സാധാരണ പെൺകുട്ടികളായിരുന്നെങ്കിൽ ഇതൊരു കാരണമാക്കിയെടുത്ത വലിയൊരു കോലാഹലം തന്നെ ഉണ്ടാക്കിയേനെ എന്നും പറഞ്ഞു. അത് വെച്ചിട്ട് അനന്തപുരി തറവാട്ടുകാരെ ഇല്ലായ്മ ചെയ്ത് കളഞ്ഞേനെ എന്നൊക്കെ പറയാം. അവൾ പഠിച്ച കള്ളിയമ്മേ. അവളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോഴേ അവളുടെ ചേച്ചി ഒരുപാട് ഭേദമാണ്. അവൾക്കറിയാം ആ തറവാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാലേ ഒരുപാട് നഷ്ടങ്ങൾ അവൾക്കുണ്ടാകുമെന്ന്. ഇപ്പോൾ ഒരുപാട് ശമ്പളം ഉണ്ടല്ലോ, കമ്പനിയിൽ വലിയ ഡിസൈനറല്ലേ അവള്, പണമുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, പിന്നെന്തിനാ ഇട്ടേച്ച് പോകുന്നത്? അവൾക്കേ കുട്ടികളും വേണ്ട, ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നാൽ മതിയല്ലോ എന്നൊക്കെ അനാമിക പറയുമ്പോൾ ദേ വീട്ടുമുറ്റത്തേക്ക് ഒരു വണ്ടിയുടെ ശബ്ദം. നോക്കുമ്പോൾ ആരാ നമ്മുടെ വേണുവേട്ടൻ ഇറങ്ങി വരിക. വേണുവേട്ടൻ്റെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടായിട്ടിരിക്കണേ. ആ സമയത്ത് അമ്മയും മോളും കൂടി ഇങ്ങനെ അച്ഛനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അവിടെ. മോൾക്കൊരു ദുഃഖവാർത്തയുണ്ട് മോളെ. അവൾ ക്യാമ്പിൽ നിന്നും പുറത്തിറങ്ങി വിജയശ്രീ ലാളിതയായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കണ്ണും വായും വീഴ്ച ഇങ്ങനെ നിൽക്കുക അനാമിക. പേടിച്ച് വിറച്ച പണിയായി എന്ന് അമ്മയ്ക്കും മോൾക്കും മനസ്സിലായി. ആ സമയത്ത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിങ്ങനെ രണ്ടെണ്ണം കൂടെ അവിടെ നിൽക്കുക കേട്ടോ. അതിന് തടയിടാനേ അച്ഛന് പറ്റിയില്ലല്ലോ. അത് മാത്രം മോൾ എന്നോട് പറയരുത്. ആരുടെയൊക്കെയോ ഭാഗ്യത്തിനാണ് അവിടെ ഒരു ട്രെയിനർ വന്നത്. അയാളെ മാക്സിമം ഞാൻ മുതലാക്കിയായിരുന്നു. പക്ഷേ അയാളെ മൂർത്തി സാർ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചതിന് ഞാനെന്ത് ചെയ്യാനാ മോളെ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എൻ്റെ ഈശ്വര, ഇനി അവൾ ഏതെങ്കിലും പ്രശ്നമുള്ള സ്ഥലത്ത് പോയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് രേവതി. അവിടെയുള്ള ഗുണ്ടകളും രാഷ്ട്രീയക്കാരും ഒക്കെ ആയിട്ട് തമ്മലടിച്ചങ്ങ് തീർന്നാൽ മതിയായിരുന്നു എന്നൊക്കെ രേവതി ഇരുന്നിങ്ങനെ പറഞ്ഞു കൂട്ടുക. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ നടക്കുമോ എൻ്റെ പൊന്നു മോളെ? നീ എന്ത് ഇങ്ങനെ? മൂർത്തി സാറിന് ട്രെയിനറെ മാറ്റാനുള്ള സ്വാധീനം ഉണ്ടെങ്കിൽ അങ്ങേർക്ക് അവളെ ഏതെങ്കിലും നല്ല സ്റ്റേഷനിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യിക്കാനും പറ്റും. അപ്പോൾ അവൾ പോലീസ് യൂണിഫോമിൽ വന്ന് എന്നെ വരട്ടാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന കാര്യം അനാമിക പറയാം. നമ്മളൊരു പൊടിക്ക് ഒതുങ്ങുന്നതാ മോളെ നല്ലത്. നമ്മുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. നീ അങ്ങോട്ട് ചെല്ലുന്നതിന് മുന്നേ തന്നെ അനിയുടെ വല്യമ്മ തന്ന 10 പവൻ്റെ നെക്ലേസാണ് കാണാതായത്. അതുമാത്രമാണോ? നമ്മൾ എന്തെല്ലാം കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് മോളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അതെല്ലാം പിടിക്കപ്പെട്ട് കഴിഞ്ഞാലേ നാണം കേട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അങ്ങനൊന്നും ഞാൻ ഇറങ്ങാൻ പോകുന്നില്ല എന്ന് അനാമിക അന്നേരം പറയാം. അനിയോട് എനിക്ക് സ്നേഹമൊന്നുമില്ല, എനിക്ക് കൂട്ടുകൂടാൻ എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ടെന്ന് ഈ അനാമിക പറയാം. അനിയെ വിട്ട് വന്നു കഴിഞ്ഞാൽ അവനോടൊത്ത് എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നും അനാമിക ഇങ്ങനെ ഇവരോട് പറയണം. പക്ഷെ ഞാനങ്ങനെ വരാത്തതേ നന്ദു എന്ന് പറയുന്നവളെ ആ തറവാട്ടിനകത്ത് കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവൾ കല്യാണം കഴിഞ്ഞ് താമസിക്കുന്നതിന് പിറ്റേ ദിവസം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുമെന്ന് പറഞ്ഞപ്പം ഇറങ്ങുന്നതൊക്കെ കൊള്ളാം, അതിനു മുന്നേ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ചു വാങ്ങിച്ചോണ്ടേ വരാവുള്ളൂ എന്ന് രേവതി. മോളെ ബന്ധം പിരിയുന്നുണ്ടെങ്കിലേ അവനെ കൊണ്ട് നീ മുൻകൈ എടുപ്പിക്കണം. അവൻ ബന്ധം പിരിയണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കണം. എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ എന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുക ഇയാൾ. അല്ലാതെ നീ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാലേ അവൻ്റെ പേരിൽ ഒരുപാട് കള്ളക്കഥകൾ വക്കീലിനെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വരുമെന്ന കാര്യം പറഞ്ഞു. അതൊക്കെ കോടതിയിൽ സത്യമാണെന്ന് പ്രൂവ് ചെയ്യേണ്ടതായിട്ടും വരും. മൊത്തം തലവേദനയാകും. ഇപ്പോഴത്തെ ഒരു സ്വാധീനവും അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ച് അവരെ പോലെ പ്രഗത്ഭരായ വക്കീലിനെ വെക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കത്തുമില്ല. അത് നീ മനസ്സിലാക്കാൻ പറഞ്ഞു. അപ്പം അതൊന്നും അച്ഛനെന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്ന രീതിയിലേ ഇങ്ങോട്ട് വരത്തുള്ളൂ, അല്ലാതെ ചാടിക്കയറുന്ന ഞാൻ വരത്തില്ല. നീ ഇപ്പോൾ പറഞ്ഞല്ലോ നല്ലൊരു സുഹൃത്തിനൊപ്പം ജീവിക്കുമെന്ന്. അങ്ങനെ ജീവിക്കണമെങ്കിലും പണം വേണ്ടേ മോളെ? ചുമ്മാ കാര്യം നടക്കുമോ? അതിനുള്ള പണം ഞാൻ അനന്തപുരി തറവാട്ടിൽ നിന്നുള്ളവരിൽ നിന്ന് തന്നെ ഈടാക്കും. അതിനുള്ള മിടുക്കൊക്കെ തൽക്കാലം എനിക്കുണ്ടെന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് ഭയങ്കര പ്ലാനിങ്ങോട് കൂടി ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്ന അനിയാട്ടോ. അനി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടക്കുമ്പോഴാണ് ആദർശം നയനയും കൂടെ വരുന്നത്. ഇവരെ കണ്ടപ്പോഴത്തേക്ക് അനി ഓടിച്ചെല്ലും ആകാംക്ഷയോടെ. അങ്ങനെ അനി ഇവരെ കണ്ടപ്പം ഏട്ടാ നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വന്നോ എന്ന് ചോദിച്ചു. സമയത്ത് അതറിഞ്ഞിട്ട് നിനക്കെന്ത് വേണമെന്ന് നയന അനിയോട് ചോദിക്കാം. അല്ല, ഏട്ടനും ഏട്ടത്തെയും പോയത് നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വരാനാണല്ലോ, അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നോ എന്ന് ചോദിച്ചതാ. അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഓ, അപ്പോഴത്തേക്കും ജലജ വന്നു. എങ്കിലും ചോദിക്കും എന്നും പറഞ്ഞ് ജലജ രംഗപ്രവേശനം നടത്തി. അവനത് ചോദിക്കാനാണല്ലോ കുറച്ച് നേരമായിട്ട് പുറത്തേക്ക് നോക്കി ഇവിടെ ഇങ്ങനെ വെരുകിനെ പോലെ ഓടിക്കൊണ്ടിരുന്നത്.
എടാ ദേ നീ പോയി അവളെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വാടാ. അപ്പം പിന്നെ 3 ആളും ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് ദേ ഇവരുടെ അച്ഛനും അമ്മയും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവൻ അവർക്ക് കൊടുത്ത വീടുണ്ടല്ലോ അത് ഫ്രീ ആവുകയും ചെയ്യുമല്ലോ. അപ്പം അങ്ങനെയുള്ള മോഹങ്ങളൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല എന്ന് നയന പറയുമ്പോൾ നീ കൂടുതലൊന്നും പറയണ്ടടി എന്ന് ജലജ. നിൻ്റെയൊക്കെ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ടാണ് നിനക്ക് അന്യ പെണ്ണിൻ്റെ കുഞ്ഞിനെ ലാളിക്കേണ്ടി വന്നതെന്നൊക്കെ ഇങ്ങനെ ജലജ വിളിച്ച് പറഞ്ഞപ്പോൾ അതേപ്പറ്റി കൂടുതൽ സംസാരമൊന്നും വേണ്ടാന്ന് ആദർശ് പറഞ്ഞു. അപ്പച്ചിയുടെ സ്വഭാവമല്ല ഇവൾക്കുള്ളതെന്നും ആദർശ് പറയുക. അതുകൊണ്ട് ചന്തുമോളെ മുൻനിർത്തിയിട്ട് ഒരു കുടുംബകലഹം ഉണ്ടാക്കാനാണ് അപ്പച്ചി ഇളമയൊക്കെ ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഒന്നും ആഗ്രഹം സാധിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ആദർശം. അയ്യോ നടക്കത്തില്ലെന്നൊക്കെ എനിക്കറിയാം. ഇവളെന്തായാലും നിന്നെ വിട്ട് പോകാൻ പോണില്ലെന്നും എനിക്കറിയാം. പക്ഷെ അങ്ങനെ നോക്കുമ്പോഴേ എൻ്റെ മരുമോള് തന്നെ അടി മെച്ചം. അവൾക്കുള്ള കാര്യം മുഖത്ത് നോക്കി പറയും. അപ്പോൾ ഞങ്ങൾ ചേച്ചി ഓർത്തിട്ട് മാത്രം സത്യങ്ങളൊന്നും പുറത്തു വിടാതെ ഇങ്ങനെ മനസ്സിൽ വെച്ചേക്കുന്നത് നയന മനസ്സിൽ പറയുമ്പോൾ അപ്പച്ചി വെറുതെ നാണം കെടാനായിട്ടായിരുന്നു പറയാൻ നിന്നേക്കരുത് കേട്ടോ എന്ന് ആദർശ നേരം ജലജയോട് പറഞ്ഞു. ഞാൻ കൊള്ളരുതാത്തവനാ. കല്യാണത്തിന് മുൻപ് ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചവനുമാ. അതൊക്കെ ഞാനും എൻ്റെ ഭാര്യയും പിന്നെ എന്നെ സ്നേഹിക്കുന്നവരൊക്കെ സഹിച്ചാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ അത് മതിയേ, ഞങ്ങളോടൊന്നും സഹിക്കാൻ പറഞ്ഞേക്കരുത്. എന്നാൽ പിന്നെ എടാ മോനെ പെട്ടെന്ന് പോയി അങ്ങോട്ട് നീ പോയി നന്ദുവിനെ വിളിച്ചുകൊണ്ട് വേടാ. ഒരുത്തി വഴിക്കണ്ണുമായിട്ട് ഇരിക്കുമായിരിക്കും നിന്നെയും പ്രതീക്ഷിച്ച് നിന്നെ കാണാനായിട്ട്. ചെല്ലട മക്കളെ എന്ന് പറഞ്ഞ് ജലജ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നിടത്ത് കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. നന്ദി.